الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഈ അടുത്ത് 1-2 മാസങ്ങൾക്കിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ സുന്ദരമായ ഒരു റിസോർട്ടിൻ്റെ കുറച്ച് പിക്ചറുകൾ മൊബൈലിൽ കാണിച്ചു തന്നു. ഇതിനേക്കാളും സംഭവബഹുലമായ സംഗതികളൊക്കെ ഇത് കേൾക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. ഏതായാലും ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തോന്നിയ 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മരുഭൂമിയിൽ ആ മനുഷ്യന്മാരൊരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ അത്ഭുതമാണ്. നമുക്ക് കണ്ടാൽ കൗതുകം തോന്നും. അത്രക്കും ഭംഗിയുള്ളതാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഞാൻ കാണുന്നത് അതിൻ്റെ ചിത്രമാണ്. ആ ചിത്രം കാണുമ്പോൾ പോലും എനിക്ക് അത്ര കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ ആ ഇടം നേരിട്ട് സന്ദർശിക്കുകയും അവിടുത്തെ വിഭവങ്ങൾ കൈകൾ കൊണ്ട് സ്പർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും? അതെത്ര സുന്ദരമായിരിക്കും. ഇത് മനുഷ്യന്മാരൊരുക്കിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ മനുഷ്യന്മാരൊരുക്കിയ വിഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്ര കൗതുകമുണ്ടെങ്കിൽ ദുനിയാവിലെ ഈ ഒരു സൗകര്യവും അവിടുത്തെ ആഡംബരവും നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അള്ളാഹു, നമ്മുടെ റബ്ബ്, അവൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗമെന്ന വിരുന്ന് അത് എത്ര ഭംഗിയുള്ളതായിരിക്കും, എത്ര സുന്ദരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് വർണ്ണനകൾ, വിശേഷണങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും. ആ സ്വർഗത്തെ പറ്റിയിട്ട് വിവരിക്കാൻ ഏറ്റവും അർഹതയുള്ളവർ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തന്നെയാണ്. നിലവിൽ സൂറത്തുർ റഹ്മാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവൻ ഒരുക്കി വച്ചിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടും അനുഭൂതികളെ പറ്റിയിട്ടുമാണ്. 49 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി 50-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ആ ആയത്തുകളൊന്ന് ഓതി നോക്കാം, ശേഷം അതിൻ്റെ തഫ്സീറിലേക്ക് നമുക്ക് നീങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫീഹിമാ ഐനാനി തജ്രിയാൻ فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان. 50 മുതൽ 53 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയിട്ടുള്ളത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തെ ഓർത്ത് മനസ്സിനെ പിടിച്ചു കെട്ടി അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും അനുസരിച്ച് പേടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. അവിടെ നല്ല ചില്ലകളുള്ള മരങ്ങളുണ്ട്. ആ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആ സ്വർഗത്തിലെ തോട്ടങ്ങളെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ 2 തോട്ടങ്ങളിലുള്ള വേറെ വിഭവങ്ങളെ പറ്റിയിട്ടാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. 50-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഫീഹിമ, അവ രണ്ടിലുമുണ്ട്, ആ 2 സ്വർഗത്തോപ്പുകളിൽ ഉണ്ട്. ഐനാനി തജ്രിയാൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികൾ. ശരിക്ക് ഐനുൻ എന്ന പദത്തിന് അറബിയിൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരർത്ഥമാണ് കണ്ണ്. കണ്ണിന് അറബിയിൽ ഐനുൻ എന്ന് പറയും. അതുപോലെ തന്നെ അരുവിക്ക് ഐനുൻ എന്ന് പറയും. ചാരന്, ജാസൂസ്, ചാരന് അറബിയിൽ ഐന് എന്ന് പറയാറുണ്ട്. ഒരു സൈന്യത്തിൻ്റെ ലീഡർക്ക് ഐനുൻ എന്ന് പറയലുണ്ട്.
കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരാൾക്ക് ഐനുൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ വസ്തു തന്നെ, അതു തന്നെ എന്ന് പറയാൻ ഐനുഹു, അത് തന്നെ എന്ന് പ്രയോഗിക്കാൻ ആ പദം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പദമാണ് ഐനുൻ എന്ന പദം. ഏതായാലും ഇവിടെ അരുവി എന്ന അർത്ഥത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഐനാനി എന്നാണ് ഇവിടെ വന്നിട്ടുള്ള പദം. ഐനാനി എന്ന് പറഞ്ഞാൽ രണ്ട് അരുവികൾ എന്നാണ് അർത്ഥം. ഐനുൻ എന്ന് പറഞ്ഞാൽ ഒരു അരുവി, ഐനാനി എന്ന് പറഞ്ഞാൽ രണ്ട് അരുവികൾ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ഗാഷിയയിൽ ഐനുൻ എന്ന പദം വന്നിട്ടുണ്ട്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ചുട്ടു തിളച്ച അരുവിയിൽ നിന്ന്, ഉറവയിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്. അത് നരകത്തിലെ ഉറവയെ പറ്റിയിട്ടാണ്, അരുവിയെ പറ്റിയിട്ടാണ് അവിടെ ഖുർആൻ പറയുന്നത്. അപ്പോൾ അവിടെയും ഐനുൻ എന്ന പദം വന്നത് നമുക്ക് കാണാൻ പറ്റും. ഐനുൻ എന്ന പദം മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗമായിട്ടാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഐനിൻ ആനിയത്തിൻ, ആനിയത്തിൻ അത് സ്ത്രീലിംഗത്തിൻ്റെ അടയാളാണല്ലോ, ആനിയത്തിൻ. അതുപോലെ തന്നെ ഇവിടെയും ഈ ആയത്തിൽ നോക്കുക, സൂറത്തുർ റഹ്മാനിലെ 50-ാമത്തെ ആയത്തിൽ തെജിരിയാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പുല്ലിംഗമാണെങ്കിൽ യജിരിയാൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. ഇത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് തെജിരിയാൻ, അവ രണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ജറാ യജിരി എന്ന് പറഞ്ഞാൽ ഒഴുകുക, സഞ്ചരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ പുഴകളൊക്കെ ഒഴുകുന്നതിന് ജറാ യജിരി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നതിന് ജറാ യജിരി എന്ന് പറയാറുണ്ട്. സൂറത്തുൽ ബക്കറയിലെ 25-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. സൂറത്തുൽ ബക്കറയിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഓതുന്നൊരു വാക്കാണല്ലോ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. അപ്പോൾ അവിടെ ഒഴുകുക എന്നതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദം തെജിരി എന്നാണ്. അതേ പ്രയോഗം ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. സൂറത്തു ഇബ്രാഹിമിലെ 32-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കുക. അവിടെ അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ടും ആകാശത്ത് നിന്ന് മഴ ഇറക്കി തന്ന് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് പറയാണ്, വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രി ഫിൽ ബഹ്രി ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കടലിലൂടെ സഞ്ചരിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് കപ്പലുകൾ വിധേയമാക്കി തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ കപ്പലുകൾ സഞ്ചരിക്കുക എന്നതിന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് തെജിരി എന്ന പദമാണ്. അപ്പോൾ ജറാ യജിരി എന്ന് പറഞ്ഞാൽ നടക്കുക, സഞ്ചരിക്കുക, ഒഴുകുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ തെജിരിയാൻ, ആ രണ്ട് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫീഹിമ ഐനാനി തെജിരിയാൻ, ആ സ്വർഗത്തോപ്പുകളിൽ രണ്ട് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ രണ്ട് തോപ്പുകൾ, സ്വർഗത്തോട്ടങ്ങൾ ആ മനുഷ്യന് അള്ളാഹു കൊടുത്തു. അതിനപ്പുറം അള്ളാഹുവിൻ്റെ ആദരവായിട്ട് അതിലുമധികം അള്ളാഹു അവൻക്ക് നൽകുന്ന ഔദാര്യമാണ് ആ സ്വർഗത്തിലെ അരുവികൾ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സ്വർഗത്തിലെ അരുവികളെ പറ്റിയിട്ടും നദികളെ പറ്റിയിട്ടുള്ള പല പ്രയോഗങ്ങളും ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ സ്വർഗത്തിലെ 4 തരം നദികളെ പറ്റിയിട്ട് സൂറത്തു മുഹമ്മദിൽ 15-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മസലുൽ ജന്നത്തില്ലത്തി വുഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ, ഫീഹ അൻഹാറും മിമ്മാഇൻ ഗൈരി ആസിൻ, അവിടെ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ട്. വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തുഅമു, രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളും ഉണ്ട്. വ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദനം നൽകുന്ന മദ്യത്തിൻ്റെ അരുവികളുണ്ട്. വ അൻഹാറും മിൻ അസലിൻ മുസഫ, അതുപോലെ തന്നെ ശുദ്ധമായ തേനിൻ്റെ അരുവികളുമുണ്ട്. അപ്പോൾ ഈ 4 തരത്തിലുള്ള നദികളെ പറ്റിയിട്ട് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇതല്ലാത്ത വേറെയും നദികൾ സ്വർഗത്തിലുണ്ട്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു പുരോഹിതൻ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട്, ഫമാ ഷറാബുഹും അലൈഹി, സ്വർഗക്കാരായ ആളുകൾക്ക് അവിടെയുള്ള പാനീയം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മിൻ ഐനിൻ ഫീഹാ തുസമ്മ സൽസബീല,
സൽസബീൽ എന്ന് പേരുള്ള ഒരു അരുവിയിൽ നിന്നാണ് അവർ കുടിപ്പിക്കപ്പെടുക എന്നാണ്. അപ്പോൾ അങ്ങനത്തെ നദികളും അവിടെ ഉണ്ട്. ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തു അൽ ഇൻസാനിലെ 17-18 ആയത്തുകളൊന്ന് നോക്കുക. വയുസ്കൗന ഫീഹ കഅ്സൻ കാന മിസാജുഹ സൻജബീല. ഇഞ്ചി നീരിൻ്റെ ചേരുവയുള്ള ഒരു കോപ്പ അവർക്ക് അവിടെ കുടിക്കാൻ നൽകപ്പെടുന്നതാണ്. ഐനം ഫീഹ തുസമ്മ സൽസബീല. അതായത് അവിടുത്തെ സ്വർഗത്തിലെ സൽസബീൽ എന്ന് പേരുള്ള ഒരു ഉറവയിലെ വെള്ളം. അപ്പോൾ സൽസബീൽ എന്ന് പേരുള്ള ഒരു ഉറവ സ്വർഗത്തിലുണ്ട്. അൽ കൗസർ എന്ന് പേരുള്ള നദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആ അൽ കൗസർ എന്ന നദിയെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഹാഫതാഹു മിൻ ദഹബിൻ വമജ്റാഹു അല ദുർരി വൽ യാഖൂതി തുർബതുഹു അത്യബു മിനൽ മിസ്ക് വമാഉഹു അഹ്ലാ മിനൽ അസൽ വഅബയദു മിനൽ സൽജ്. അതിൻ്റെ ഇരു തീരങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ്. അത് ഒഴുകുന്നതോ മുത്തുകളിലൂടെയും മാണിക്യത്തിലൂടെയുമാണ്. അതിലെ മണ്ണ് കസ്തൂരിയേക്കാൾ മുന്തിയതാണ്. അതിലെ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതാണ്. അതിൻ്റെ നിറം ഹിമത്തേക്കാൾ വെളുത്തതുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനത്തെ നദികളും അരുവികളുമൊക്കെ സ്വർഗത്തിലുണ്ട്. നേരത്തെ പറഞ്ഞ 4 ഇനം നദികൾക്ക് പുറമെയുള്ള നദികളെ പറ്റിയിട്ടാണ് അള്ളാഹു ഐനാനി തജ്രിയാൻ എന്ന് പറഞ്ഞത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നുണ്ട്. അതാണ് ആയത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അല്ലാഹു അലം. ഏതായാലും അള്ളാഹു ആ സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ശേഷം സൂറത്തുർ റഹ്മാനിലെ ആവർത്തിത വചനം അള്ളാഹു വീണ്ടും പറയുന്നു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏതു അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? 52-ാമത്തെ ആയത്ത് ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. ആ 2 തോട്ടങ്ങളിലും എല്ലാവിധ പഴവർഗത്തിൽ നിന്നും 2 ഇണകൾ വീതം ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഫീഹിമ, ആ 2ലുമുണ്ട്, ആ 2 തോട്ടങ്ങളിലുമുണ്ട്. മിൻ കുല്ലി ഫാകിഹത്തിൻ, എല്ലാ പഴവർഗത്തിൽ നിന്നും സൗജാൻ, 2 ഇണകൾ. ഫാക്കിഹത്തുൻ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, കാഴ്ചയിലും രുചിയിലുമൊക്കെ ആസ്വാദനം നൽകുന്നതിനാണ് ഫാക്കിഹത്ത് എന്ന് പറയുക. സ്വർഗത്തിലെ പഴങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ അള്ളാഹു സംസാരിക്കുന്നത്. സൗജാൻ എന്ന് പറഞ്ഞാൽ 2 ഇണകൾ. സൗജുൻ എന്ന് പറഞ്ഞാൽ ഇണ, സൗജാനി എന്ന് പറഞ്ഞാൽ 2 ഇണകൾ, അസ്വാജുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇണകൾ, 3 അല്ലെങ്കിൽ അതിലധികം. അപ്പോൾ ഏകവചനം സൗജുൻ എന്നതാണ് മുസന്ന, ദ്വിവചനം സൗജാനി എന്നതാണ്, ബഹുവചനം അസ്വാജ് എന്നതാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, 2 ഇണകൾ കൊണ്ടുള്ള ഉദ്ദേശം 2 ഇനങ്ങളാണ്. എല്ലാവിധ പഴവർഗ്ഗങ്ങളിൽ നിന്നും 2 ഇനങ്ങൾ സ്വർഗത്തിലുണ്ടാകും. ഓരോ ഇനത്തിനും ഓരോ നിറവും ഓരോ രുചിയുമായിരിക്കും. 2 ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ 2ഉം ഒരേ രുചിയും ഒരേ നിറവും ഉള്ളതായിരിക്കുകയില്ല എന്നൊക്കെ ഇമാം സഅദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ദുനിയാവിൽ ഉള്ളതിൻ്റെ ഒക്കെ പേരാണ് അവിടെ സ്വർഗത്തിലുണ്ടാവുക. ദുനിയാവിൽ ഉള്ള വിഭവങ്ങളൊക്കെ, പഴങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടാകും. അതിൻ്റെ പേര് മാത്രമേ ഒന്നാവുള്ളൂ. അത് കാഴ്ചയിലും രുചിയിലും ഒക്കെ വേറെ തന്നെ ആയിരിക്കും. സ്വർഗത്തിലെ രുചി സുബ്ഹാനല്ലാഹ്, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനും വർണ്ണിക്കാനും കഴിയില്ല. ദുനിയാവിലെ പഴങ്ങൾ ചീഞ്ഞു പോകും. അതിൽ കയ്പ് രുചിയുള്ളവയുണ്ടാകും, ചവർപ്പുള്ളതുണ്ടാകും, നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാകും. എന്നാൽ സ്വർഗത്തിലെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു പ്രചോദനവും പ്രോത്സാഹനവും നൽകേണ്ടതാണ്. ഈ പഴങ്ങൾക്ക് വേണ്ടിയിട്ടും ആ സ്വർഗീയ അനുഭൂതികൾക്ക് വേണ്ടിയിട്ടും ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ മത്സരിക്കുക. സൂറത്തു അൽ മുത്തഫിഫീനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, യുസ്കൗന മിർ റഹീഖിൻ മഖ്തൂം, മുദ്ര വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും സ്വർഗ്ഗക്കാർക്ക്. ഖിതാമുഹു മിസ്ക്, അതിൻ്റെ മുദ്ര കസ്തൂരിയായിരിക്കും. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. അപ്പോൾ മത്സരിക്കുന്നവർ, വാശി കാണിക്കുന്നവർ, കിടമത്സരം നടത്തുന്നവർ അതിനു വേണ്ടിയിട്ട് വാശി കാണിക്കട്ടെ. വ മിസാജുഹു മിൻ തസ്നീം, അതിലെ ചേരുവ തസ്നീമായിരിക്കും. ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ, അതായത് സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു അരുവി.
സൂറത്തുൽ മുത്തഫിഫീനിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുക, നമ്മൾ വാശി കാണിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക. സ്വർഗത്തെ പറ്റിയിട്ടുള്ള വർണ്ണനകളും വിശേഷങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയേണ്ടത് അത് നമുക്ക് വേണമെന്ന ചിന്തയും പ്രാർത്ഥനയുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശേഷം 53-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും ആ ആവർത്തിത വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്, നിങ്ങൾ തള്ളിക്കളയുന്നത്. സൂറത്തുർ റഹ്മാനിലെ സ്വർഗീയ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. വരും ഭാഗങ്ങളിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കട്ടെ. സ്വർഗത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.